കുട്ടിയുടെ മാനസികാവസ്ഥ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാരൻസ് ആണ് ഫസ്റ്റ് ലെയർ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമൂഹത്തിലൂടെ എക്സ്പോസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കുട്ടികൾ എപ്പോഴും പാരൻസിന്റെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ പാരൻസിന് നമ്മൾക്ക് പലപ്പോഴും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത്. അതിനുള്ള ഒരു രൂപരേഖയാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഇതൊരു പൂർണ്ണമായ ഒരു ഇതല്ല. നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ എവിടെ നിന്നൊക്കെ ഒന്ന് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് പല രീതിയിലാവാം. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്റർനെറ്റിലൂടെ ആവാം, പീഡിയാട്രീഷ്യനെ കണ്ടിട്ടാവാം, ഗ്രാൻഡ് പാരന്റ്സ് ആവാം, അല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ ഇതിനെപ്പറ്റി വളരെ നല്ല ഐഡിയ ഉണ്ട് എന്ന് അറിയുന്ന അവരുമായിട്ടാവാം. പക്ഷെ നിങ്ങളുടെ കുട്ടിയെ വളർത്തുമ്പോൾ നിങ്ങൾ അതിൽ നമ്മളൊരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ആ എക്സാം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അതൊരു കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ. അങ്ങനെ നമ്മൾ വളർത്തിയ ഒരു കുട്ടിക്ക് നമുക്ക് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ വി ഡൺ ദ ബെസ്റ്റ്. അതാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതാണ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്. അപ്പൊ ഇനി ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമുക്ക് സമയമുണ്ട്. ഇപ്പോ 8:20 ആയിട്ടുള്ളൂ. എത്രയായി സമയം? 7:50 അല്ലേ? ഓക്കെ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഈ ഒരു അതായത് കുട്ടിയെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിൽ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയും നമ്മൾക്ക് കുട്ടികളുടെ അത്രയും എക്സ്പോഷർ ഇല്ല ഇന്നത്തെ കാലത്ത് സമൂഹത്തിലേക്ക്. അപ്പോ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങള് നമ്മൾ അറിയാതെ പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്ന് അച്ഛനും അമ്മയും പ്രതീക്ഷിക്കുന്നത് പോലെ അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കണം എന്ന് കുട്ടികളുടെ പ്രതീക്ഷ എന്താണ് എന്നുള്ളത് കേൾക്കാനുള്ളൊരു സൗമനസ്യ, ഒരു സാവകാശം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. ബേസിക്കലി അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിന്റെയും. ഇതിപ്പോ ഈ മോഡേൺ ജനറേഷനിൽ നമ്മൾ ആ കാര്യം പാരന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി നേച്ചർ, ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി ആവണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ച. ഒരു 5 വയസ്സ് വരെ നമ്മൾ ഏറ്റവും വാത്സല്യം കൊടുത്തു വളർത്തുക. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നമ്മൾ അത്യാവശ്യം അവർക്ക് വകതിരിവ് ഉണ്ടാക്കുക, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുകയും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി അല്ല, അവർക്ക് വ്യക്തമായി ഫേം ആൻഡ് കാമായിട്ട് അവരോട് കാര്യങ്ങൾ പറയും. ഒരു 12 ഒരു ടീനേജ് ആവുമ്പോൾ നമ്മൾ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു രീതി അവരിലും നല്ല കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവുകയും തന്നെയാണ് വേണ്ടത്. അപ്പൊ നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു സംരക്ഷണം നമ്മൾക്ക് കുട്ടികളെ വേണം എന്നുള്ളത് ഒരു ന്യൂ പാരന്റിങ് സ്റ്റൈലായിട്ട് എടുത്തേ പറ്റൂ. അതെല്ലാ ന്യൂ പാരന്റ്സും ഇപ്പോഴുള്ള പാരന്റ്സും അത് അറിഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് നമ്മളിപ്പോ എല്ലാവരുടെയും അഭിപ്രായം. ഇപ്പൊ അമ്മാവൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഒരുപാട് പേരുടെ അഭിപ്രായം തന്നെ ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ബേസിക്കലി ഒരു കുട്ടി, ഞാൻ നേരത്തെ സംസാരിച്ചു, ഇന്ന് സമൂഹത്തിലെ വളരെ മോശം രീതിയിലുള്ള വരുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ പറയാം നിർഭയ കേസ്, അല്ലെങ്കിൽ വേറെ ഇപ്പൊ റീസെന്റ് ഉള്ള ഗ്രീഷ്മ, ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ആ കുട്ടികളിൽ ഉണ്ടാവുന്ന അപക്വമായ അതായത് വളരെ മോശം രീതിയിലുള്ള അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളും അവരിങ്ങനെ ചെയ്താൽ എങ്ങനെ ആവും എന്നുള്ളതിന്റെ കോൺസിക്വൻസിനെ പറ്റി അറിയാത്തതും മറ്റുള്ളവരോടുള്ള എമ്പതി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലുമാണ് ശരിക്കും പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവരെല്ലാം ഒരു ദിവസം വളരെ നമുക്ക് ഇമാജിൻ പോലും നമ്മൾ ഒരിക്കലും ഈ ന്യൂസ് കാണുമ്പോൾ ചിന്തിക്കാത്ത ഒരു കാര്യം, ഇവരും ഒരു ദിവസമുള്ള ഒരു കുഞ്ഞ്, 1 വയസ്സുള്ള ഒരു കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ്, ഇങ്ങനെയായിട്ടാണ് അവർ ആ ഒരു സ്റ്റേജിൽ എത്തുന്നത്. നമ്മൾ ഒരിക്കലും ഈ ന്യൂസ് വായിക്കുമ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആവുന്നത്? ഒരു കാരണം ഇൻസെക്യൂരിറ്റി, അതായത്
അവർക്ക് ഒരു സെക്യൂർ ഫീലിംഗ് ഇല്ല. അവര് വളരുമ്പോൾ അവർക്കൊരിക്കലും വേണ്ട കെയർ കിട്ടിയിട്ടില്ല. അവർക്ക് ഒരു എന്താ പറയാ, നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾക്കൊരു സെക്യൂരിറ്റി, നമ്മൾക്കൊരു ആത്മവിശ്വാസം, നമ്മളെ കെയർ ചെയ്യാനും നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ആളുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് പലപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഒരു രീതിയിലും കുട്ടികൾക്ക് അത് പലപ്പോഴും ഉണ്ടാവുന്ന പാരന്റൽ കോൺഫ്ലിക്ട്സ്, അതായത് അമ്മയും അച്ഛനും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോൾ കുട്ടികളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, കുട്ടികൾ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സ് നടുങ്ങുകയാണ്. അവർക്ക് ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളും നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് അത് മുന്നോട്ട് എടുക്കാനുള്ള ആ ഒരു ആർജവം, അവരുടെ കോൺഫിഡൻസ് വളരെ കുറയാണ്. അവര് എന്തോ പ്രശ്നമാണ്, അവരാണ് കാരണം എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോ പലപ്പോഴും പാരന്റ്സ് തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് കുട്ടികളുടെ മുന്നിൽ നിന്നാകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് വളരെ വളരെ അധികം കുറയുന്നു. പിന്നെ വേറൊരു പ്രശ്നം കമ്പാരിസൺ. നീ ഇങ്ങനെ ചെയ്യുന്നു, അടുത്ത വീട്ടിലെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി അത് ശരിയാണെന്ന് വിചാരിക്കണം. പാരന്റ്സിന് എത്ര ഇതിൽ നോളജ് ഉണ്ട്, അവരെത്ര കേപ്പബിൾ ആണ് എന്നല്ല. അവര് മുന്നിലുള്ള ഹീറോയിൻ എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്, എസ്പെഷ്യലി ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പൊ ഒരിക്കലും അവരുടെ അമ്മയുടെ അച്ഛന്റെയോ വിവരവും അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളതിനേക്കാളും ഞാൻ തെറ്റാണ്, അവര് റിയാക്ട് ചെയ്യുന്നുണ്ടാവും വളരെ മോശം രീതിയിൽ. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഓൾറെഡി പറയാണ് ഞാൻ ശരിയല്ല, ഞാൻ തെറ്റാണ് എന്നുള്ളത്. അപ്പൊ അത് കുട്ടിയുടെ അത് പിന്നെ ആ തെറ്റാണെന്നുള്ള വിചാരം മറ്റുള്ളവരുടെ മുന്നിലെത്തുമ്പോഴും ഉണ്ടാകുമ്പോൾ ആ കുട്ടിയിൽ എന്തുണ്ടാവുന്നു, കോൺഫിഡൻസ് വളരെയധികം കുറയുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിക്കേണ്ട, കുട്ടികൾ വളരെയധികം ആഗ്രഹിക്കുന്നതാണ് അപ്രീസിയേഷൻ. നമ്മൾ തെറ്റുകൾ കണ്ടുപിടിക്കാറുണ്ട് കുട്ടികളുടെ, പക്ഷെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ വളരെ വളരെ പിന്നോക്കാണ്, എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ പാരന്റ്സ്. ഇപ്പൊ നമ്മൾ അവര് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അവര് അപ്രീഷിയേറ്റ് ചെയ്യാനും, മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മോശം കാര്യങ്ങൾ നോ എന്ന് പറയാതെ, ഇപ്പൊ ഞാൻ പറയാം ഓരോ ഏജിനനുസരിച്ച് ഒരു കുട്ടി ക്ലൈംബ് ചെയ്യാണ്, ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി നമ്മൾ ഒരു ജനലിന്റെ മേലെ ക്ലൈംബ് ചെയ്യാണ്, നമുക്കറിയാം ആ കുട്ടി വീഴും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ കുട്ടി കയറുന്ന കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യുക? ചില പാരന്റ്സ് വളരെയധികം ചീത്ത പറയും, താഴെ ഇറക്കും, ചിലവർ അടിക്കും, പല രീതിയിലുള്ള റിയാക്ഷനും വേണ്ട. ഈ റിയാക്ഷൻ ഒന്നും നല്ലതല്ല എന്ന് ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് അറിയാം. ശരിക്കും എന്താണ് ആ സമയത്ത് സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആ ഡേഞ്ചറിൽ നിന്ന് ആ കുട്ടിയെ ശരിക്കും പൂർണ്ണമായും എടുത്തു മാറ്റുക. അപ്പൊ ആ കുട്ടിക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവന്റെ അതേ ലെവലിൽ പോയി നിന്ന് സംസാരിക്കുക, മോനെ ഇപ്പൊ അത് മോൻ താഴെ ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പൊ അവിടുന്ന് വീണ മോന് കൈവേദന എടുക്കും, ഫ്രാക്ചർ ആവും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. മോന്റെ ഫ്രണ്ട് ഇതിനിടയിൽ വീണിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയില്ലേ, ഫ്രാക്ചർ ആയില്ലേ, അതുപോലെ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. അവിടെ വേണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അപ്പൊ ആ കുട്ടി ആ ഒരു ഞെടുങ്ങുന്ന ആ പെട്ടെന്ന് കിട്ടുന്ന ഒരു നെഗറ്റീവ് സ്ട്രോക്ക് ഇല്ലാതെ അത് പോസിറ്റീവ് സ്ട്രോക്കിലേക്ക് പോകുന്നു. ആ ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ് നമ്മൾക്ക് ഓരോ കുട്ടിയും ഓരോ തെറ്റിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്താൽ ആ കുട്ടിയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മളിലെ പാരന്റിങ്, ഇപ്പോ ഞാൻ ഒരിക്കലും അതൊരു കുറ്റമായിട്ടല്ല, ശരിക്കും നമ്മൾ ഇത് അറിഞ്ഞ് പ്രവർത്തിച്ച കുട്ടികളിൽ ഉണ്ടാവുന്ന കോൺഫിഡൻസിനും പോസിറ്റിവിറ്റിക്കും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇത് ഞാനിപ്പോ ഒരു ജനലിന്റെ മേലെ കയറി എന്നതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നമുക്ക് പല രീതിയിലാവാം. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നോക്കാതെ പോയി എന്നുള്ളത്, നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ പോയില്ല, നമ്മളെ മനസ്സിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ആക്സിഡന്റിനെ പറ്റിയിട്ട് മതി. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി വളരെ ലിമിറ്റഡ് നോളേജേ ഉള്ളൂ. അവർ ലെസ് എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ നമ്മൾ കണ്ടത്രയൊന്നും കണ്ടില്ല. അപ്പൊ അവർക്ക് നമ്മൾ അവരുടേതായ ഭാഷയിൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ വ്യക്തമാണ്. ഒന്ന്, അവർക്ക് നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. 2, അവർക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ തെറ്റ് ചെയ്താലും അത് അമ്മയ്ക്കും അച്ഛനും അത് എന്നോട് ക്ഷമിക്കാൻ പറ്റും. ഇനി അടുത്ത് അവരെ ഡിസപ്പോയിന്റ് ചെയ്യരുത്, അവരെ നമ്മൾ വിഷമിപ്പിക്കരുത്. ആ ഒരു രീതിയിൽ എന്താ വെച്ചാൽ ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഇനി അത് ചെയ്യാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ അവരെ ആ സമയത്ത് അടിക്കുകയും ചീത്ത ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ അറിയാതെ ചെയ്തൊരു കാര്യമാണ്, ഇനിയിപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം. അതായത് ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത് ഒരു 8 വയസ്സായ ഒരു 7 വയസ്സായ ഒരു കുട്ടികൾക്ക് തന്നെ ആ ഒരു ഡെവലപ്പ് വരും. നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആ കുട്ടിയിൽ ഉണ്ടാവുന്ന പ്രശ്നം. ആ കുട്ടികളിലുള്ള ഒരു സൈക്കോളജിക്കലി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്. അത് നമ്മൾ ഓരോ ചെറിയ കുട്ടിയെ വളർത്തുന്ന ഓരോ അച്ഛനും അമ്മയും വളരെയധികം ശ്രദ്ധിക്കുന്ന ആ ഒരു ഏജിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റീവ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ചിന്താഗതി ഉണ്ടാവും. ഓക്കെ. പിന്നെ നമ്മൾ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല, നമ്മളും ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം സ്ക്രീൻ ടൈം ആണ്. അപ്പോ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ഇന്ന് ഇപ്പൊ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 6 hours ഒക്കെയാണ് പലപ്പോഴും കണക്കുകൾ എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ സ്ക്രീൻ കുട്ടികളെ കാണിക്കരുത് എന്ന് നമ്മൾ പറയെങ്കിലും നമ്മുടെ അഡൾട്ട്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. ഇപ്പൊ നമ്മൾ ഒരു 3 hours സ്ക്രീൻ ടൈം വെക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ റീഡ് ചെയ്യുന്ന ഉറപ്പിച്ച് നമ്മളത് ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും വെച്ച് എല്ലാവരും മൊബൈൽ അതിൽ കൊണ്ടുപോയി ഇടുകയും കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാൻ അവരും നമ്മളും എല്ലാവരും ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യുള്ളൂ. ആ സമയത്ത് നമ്മൾ സ്ക്രീൻ ടൈം എന്തുകൊണ്ട് കുറക്കണം എന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം, ഒന്നല്ല പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് മെയിൻലി പറയുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ മറ്റാരുടെയോ ക്രിയേറ്റിവിറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റീൽസ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂൺ ഗെയിംസ് ഒക്കെ കാണുമ്പോൾ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അവരിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും അവരിൽ മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ. അപ്പോ അവരെന്തുകൊണ്ടാണ് നമ്മള് ഇത് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഐഡിയൽ ടൈം, അവർക്കൊന്നും ചെയ്യാനില്ല, ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോറടിക്കട്ടെ. ബോറടിക്കുമ്പോഴാണ് അവർ എന്തെങ്കിലും വരയ്ക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക, പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, അടുത്ത വീട്ടിലെ കൂട്ടുകാരുമായിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു ബോറടിക്കുന്ന സ്ക്രീനൊന്നും കയ്യിലില്ലാത്ത ഒരു സമയത്തെ അത് നടക്കുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഒരിക്കലും നമുക്ക് സ്ക്രീൻ കംപ്ലീറ്റ്ലി മാറ്റണമെന്നോ, ഇന്ന് നമ്മൾ മോഡേൺ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്ക്രീനിന്റെ സഹായം കൂടിയേ പറ്റൂ. ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായാലും വളരെയധികം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷെ ഒരു ഫിക്സഡ് ടൈം വെക്കുക എന്നുള്ളത് ഇന്നത്തെ ഈ ജനറേഷനിലെ പാരന്റിങ്ങിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി വളരെ വളരെയധികം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിക്സഡ് ടൈം, സ്ക്രീൻ ടൈം. അത് കുട്ടികൾ മാത്രമല്ല നമ്മളും പാലിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഡിസിപ്ലിൻ ഉള്ള സ്ക്രീൻ ടൈമിൽ മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ പ്ലാനിങ് ചെയ്ത കുട്ടികൾക്ക് വളരെയധികം സഹായിക്കും. അതിനൊരു വിൽ പവർ വേണം. ആ വിൽ പവർ നമ്മൾ പാരന്റ്സ് കുറച്ച്, ഫോർ എക്സാമ്പിൾ ഒരു ഡേ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ രാവിലെ എണീക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാം, നമ്മളത് ലേറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സ് മൊത്തം തകിടം മറിയും. നമുക്ക് പ്രസന്റിൽ ജീവിക്കാൻ പറ്റില്ല, നമ്മൾ ആൻസൈറ്റിയിലായി അവിടെ. അപ്പോൾ കുട്ടികൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് തലേന്ന് കുറച്ച് നേരത്തെ കിടക്കുക, അത് കഴിഞ്ഞ് രാവിലെ ഒരു ടൈം ടേബിളിലും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്നുള്ളത്, കുട്ടികളിലുള്ള ആ ഒരു ക്യാരക്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കുറച്ച് ടൈം അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ അവർക്ക് സ്കൂളിൽ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റും. അവർക്ക് ക്ലാസ്സിൽ അവിടെ തൊട്ടേ അവർ ആൻസൈറ്റി ഇല്ല, അപ്പൊ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റും. അവർക്ക് മറ്റുള്ളവരോട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും. ഇല്ലെങ്കിൽ രാവിലെ തുടങ്ങുന്ന ഒരു ആൻസൈറ്റി കുട്ടിയിൽ മുന്നോട്ട് ഫുൾ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴുള്ള ആൻസൈറ്റി ആ കുട്ടിയുടെ ഡേ മുഴുവനും ഉണ്ടാവും. ഇത് ഒരു ഡേ മാത്രമല്ല, ഇത് വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ ഹോൾ ഡേ, ഹോൾ വീക്ക്, ഹോൾ മന്ത്, ഹോൾ ലൈഫ്. അതാണ് ഇപ്പൊ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓഫ്കോഴ്സ് നേഴ്സറി ക്ലാസ്സിലൊന്നും ടൈമിങ്ങിന് ഇമ്പോർട്ടൻസ് നമുക്ക് അത്രയും ഇൻസിസ്റ്റ് ചെയ്യെങ്കിലും നമ്മൾ ഏറ്റവും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ടൈം, ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി ഈ കാര്യത്തിൽ നമ്മൾ റോൾ മോഡൽ ആകുകയും അവരെ റോൾ മോഡൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനും കഴിക്കുമ്പോൾ അവർക്ക് ഒരു ഫ്യൂച്ചറിൽ അത് വളരെയധികം സഹായിക്കും അവരെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ സ്ക്രീൻ ടൈം, അതുപോലെ ടൈമിന്റെ ഇമ്പോർട്ടൻസ്, ടൈം ഇതൊക്കെ ചെയ്യുമ്പോൾ അവരിലുള്ള റെസ്പോൺസിബിലിറ്റി, അവരുടെ കോൺഫിഡൻസും വളരുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർ നമ്മളെ മാത്രമല്ല റോൾ മോഡലായിട്ട് കാണുക. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രീൻ ടൈം കുറയുമ്പോൾ അവർക്ക് കൂടുതൽ വായിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ആ വായിക്കുമ്പോൾ അവര് എന്ത് വായിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നല്ല ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫി എടുത്തു കൊടുക്കാം. അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് ഇപ്പോ നമ്മളെ കയ്യിൽ ബുക്സ് ഇല്ല, നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഒന്നിച്ച് കാണാം. അങ്ങനെയുള്ള പല രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് രീതിയിലാണ് അവരെ നമ്മളുടേതായ രീതിയിൽ നമ്മൾക്ക് ഒരു അഡൾട്ട് എന്നുള്ള രീതിയിൽ കുട്ടികളിൽ നമ്മൾക്ക് എന്ത് ചെയ്താലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നന്നായ രീതിയിൽ കൊണ്ടുപോകാൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ ഹോംവർക്ക് ചെയ്യണം.
നമ്മൾ അത് അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് ആണെന്നുള്ളതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊജക്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങൾ അവരെ പ്ലാൻ ചെയ്യാൻ പഠിപ്പിക്കുകയും വേണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.